കാസ്നി വന്നിട്ട് ഏറെക്കുறைയ ഒരു മാസത്തിൽ 30-40% വിടുന്നുണ്ട്. പെട്ടെന്ന് ഒരു 16% ഏറിയിരിക്കുന്നു. ഇവിടെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് ആൻഡ് വോളറ്റിലിറ്റി ഭയങ്കരമായിട്ട് കാണാൻ പറ്റുന്നു. ഇത് എന്തുകൊണ്ടാണ്? ഇത് വന്നിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആവുമോ ടെക്സ്റ്റോക്സിൽ? ഇന്ത്യയുടെ ടെക് സ്റ്റോക്സിനും അത് ചിപ്പ്. ഇന്ത്യയിൽ ചിപ്പ് പ്രൊഡക്ഷൻ വളരെ കുറവാണ്. ഇന്ത്യക്കും അതിനും ഏതൊരു ബന്ധവുമില്ല. ബട്ട് 100 രൂപയിലിരുന്ന് 60 രൂപയ്ക്ക് ഇറങ്ങിയോണ്ട് 60 രൂപയിലിരുന്ന് 18% വെച്ചോ. അപ്പോൾ 68 70 രൂപ കയറും. ഇത്ര കൂടെ 30% ബിലോ ദി പി ആണ്. എന്നെ പൊടുത്ത മട്ടിൽ കൊറിയയിൽ വന്ന് 3% ഓഫ് ദി കൊറിയൻ പബ്ലിഷിംഗ് കോസ്റ്റ് ബാങ്ക്രപ്റ്റ് ബിക്കോസ് ഓഫ് വൊളറ്റാലിറ്റി. 3% സർ? 3% ഓഫ് ദി പോപ്പുലേഷൻ. ഓക്കെ സർ, ഇന്ത്യയിൽ വന്നിട്ട് 3% വന്ന് ഇന്നും ഡിമാറ്റിലേ ഇല്ല. ബട്ട് ഇത് ഇന്ത്യയിൽ ഇപ്പോൾ എന്ത് നടക്കുമെന്നാൽ കീഴ്ക്കമക്കാർ പറഞ്ഞിരിക്കുന്നു, ചെയ്തവർക്ക് ചെയ്തോടെ നല്ല പിള്ള പോലെ അവർ സംസാരിക്കും. ഒരുപാട് ആൾക്കാർക്ക് ഫണ്ടിങ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. ഇത് മാർജിൻ ഫണ്ടിങ് ആണ്. മാർജിൻ ഫണ്ടിങ് വാങ്ങിക്കൊടുത്ത് ലാഭം സമ്പാദിച്ചതിന് ശേഷം എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യയിൽ മിഡ് ക്യാപ് സ്മാൾ ക്യാപ്പ് എല്ലാം മാർജിൻ ഫണ്ടിങ്ങിന് വിശ്വസിച്ചാണ് ഇരിക്കുന്നത്. 3 ലക്ഷം കോടിക്ക് മുകളിലാണ് മാർജിൻ ഫണ്ടിങ് ഇരിക്കുന്നത്. നാളെ എന്തെങ്കിലും ഒരു ബിഗ് ഫാൾ വന്ന് മാർജിൻ ഫണ്ടിങ് പ്രഷറിൽ വരുവാണെങ്കിൽ ആൾക്കാപ്പിൽ ഒരു ബെഡ് ഓഫ് ദി റൂം മാർക്കറ്റ് വരുമെന്ന് പറയുന്നു. അപ്പോൾ എന്തിനാണ് നിങ്ങൾ മാർജിൻ ഫണ്ടിങ് മുമ്പേ കൊടുക്കുന്നു? നിങ്ങൾക്ക് റവന്യൂ വേണം, ബ്രോക്കറിന് റവന്യൂ വേണം എന്ന കാരണത്തിന് വേണ്ടി ചെയ്യുന്നു. ഒന്ന് റീലിനെ കിളപ്പി വിടുന്നു, അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കടൻ കൊടുക്കുന്നു. നിങ്ങൾ 12% കടൻ വാങ്ങിയുകൊണ്ട് 18% കടൻ തിരികെ കൊടുക്കുന്നു. നിങ്ങൾ മില്യൺസ് ഓഫ് ഫാമിലീസിനെയാണ് അകത്ത് എടുത്തുകൊണ്ട് പോകുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്: 50% ഇറങ്ങിയ സ്റ്റോക്ക് നല്ല സ്റ്റോക്കാണ്, കൺസിഡർ ചെയ്ത് വെച്ചോ. ഓരോ പീരിയഡ് ഓഫ് ടൈമിൽ നിങ്ങൾ വെൽത്തിന് അക്യുമുലേറ്റ് ചെയ്യും. എന്നിട്ട് നാളെ എടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറ്റില്ല. നിങ്ങൾക്കൊരു വലിയ ട്രബിളിനോ കൊടുക്കും. ഇപ്പം ഞാൻ എന്ത് പറയുന്നു എന്നാൽ ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിളിൽ ഇവാക്കോയിനെ ജൂണിൽ തന്നെ തീർക്കണമെന്ന് പറഞ്ഞു. ജൂണിൻ്റെ ശേഷം ഇപ്പോൾ സെപ്റ്റംബർ ആയിരിക്കുന്നു. സെപ്റ്റംബറിൽ തീരാത്തത് ഡിസംബറിൽ നടക്കും. ജൂണിൻ്റെ അകത്ത് തീരുമെന്ന് നിങ്ങൾ പന്തയം കെട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നീ ലൂസറാണ്. എൻ്റെ കാശ് പോയി. ഇനി സെപ്റ്റംബറിൽ മെർജായി, ഒക്ടോബറിൽ മെർജായാലും ഇപ്പോഴത്തെ ഇൻവെസ്റ്ററിന് 5% ലാസ് വരും. അത്രയും തന്നെ മാസത്തിന് ഇവാക്കോ ടേൺ ഓവർ ലോസ്. ദ ലോങ് പീരിയഡ് ഓഫ് ലൈഫ് ഓഫ് ദി കമ്പനി. ഈ 5 മാസം ലേറ്റാകുന്ന കാരണം കമ്പനി ഇழுത്ത് മൂടൂല. ഓൺ ദി അതർ സൈഡ് നോക്കിയാണെങ്കിൽ ഈ 5 മാസം എന്ന് പറയുന്നത് ഒരു കൺസിഡറിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാമോ സർ? ഇറങ്ങിയാൽ കൺസിഡറിങ് ഓപ്പർച്യൂണിറ്റി. ബട്ട് ഞാൻ എന്തിനു പറയുന്നു എന്നാൽ ഇപ്പോൾ റിലേസ് പ്രിഷ് എന്ന് പറഞ്ഞ് കുറച്ച് എടുത്ത് വയ്ക്കുവാണെങ്കിൽ അങ്ങനെയൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നീ മാർക്കറ്റിനെ ബ്ലെയിം ചെയ്ത് ഒരു യൂസ് ഇല്ല. യൂറോപ്പിൽ എന്നിട്ട് 2 കയ്യെഴുത്തിട്ടില്ലെന്ന് വെച്ചോ. ഫ്രാൻസിലെയും സ്പെയിനിലെയും ഡിസിഷൻ ചെയ്തില്ല എന്ന് പറയുന്നു. ആ സ്ഥലത്തിൽ ആരോ ഒരാൾ കയ്യെഴുത്തിട്ടില്ല എന്ന കാരണത്തിന് വേണ്ടി cannot affect the most. ഓക്കെ സർ, ഫൈൻ സർ. അതുപോലെ തന്നെ ഗോൾഡിലും സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം ഒരു നാരോ റേഞ്ചിനാണ് മൂവ് ആവുന്നു. 1900 4200 അകത്ത് അങ്ങനെ പൊയ്യുണ്ട് വരുന്നു. റംബാഗോദർ എന്ത് പറയുന്നു എന്നാൽ ഒരു ദിവസത്തിന് ഏറി ഇറങ്ങുന്നു. ആക്ച്വലി ഇന്നലെ ഇറങ്ങിയിരിക്കണം. എന്നെ ഇൻ്റർഫെയർ ചെയ്ത കാരണം മാർക്കറ്റിൽ ഡോളർ വീഴുന്ന ഉടനെ ഗോൾഡ് കയറി. ഇത് 5 ഡേ റെക്കോർഡ് ചെയ്യുന്നു. രാവിലെ ഇരുന്ന റേറ്റിനും ഈ വൈകുന്നേരം ഏറി രാവിലെ ഏറിയിരിക്കുന്നു. പോലെ നമ്മളെ പ്രോബ്ലത്തിൽ തന്നെ അത് കൊണ്ട് ചെന്ന് തീർക്കും. ഇതിനെതിരായിട്ട് ഒരു വലിയ സംഭവം ചെയ്തിരിക്കുന്നു. 10-12 നിമിഷം കഴിഞ്ഞു പോകുന്ന കാരണം അതേക്കുറിച്ച് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കാം. ഗോൾഡ് പ്ലഡ് ചെയ്യുന്ന ബദലായിട്ട് നിങ്ങൾ അതിനെ വിൽക്കൂ എന്ന് പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതായിട്ട് നമ്മളിപ്പോൾ കാണാൻ പറ്റുന്നു. കുറിച്ച് നമുക്ക് നാളെ വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യാം സർ. ഇതിന് മുമ്പ് എനിക്കിപ്പോൾ ഒരു ചെറിയ സംശയം. നിങ്ങൾ ചെറുതായിട്ട് വന്ന് കൺസിഡർ ചെയ്യാൻ പറയുന്നു. ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ SIP വേണ്ട എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ കുറിപ്പിട്ട ഒരു 10 ലിസ്റ്റിലിരിക്കുന്ന സ്റ്റോക്സിൽ SIP ചെയ്യുന്നു. അങ്ങനെ ഞാൻ നോക്കുവാണെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കിലും ഞാൻ കുറച്ചായിട്ട് SIP ചെയ്യാം. കമലിന് സാർ ഒരു 10 സ്റ്റോക്ക് പറയൂ. ആ സ്റ്റോക്കിലൊക്കെ അടുത്ത ഒരു വർഷത്തിൽ SIP ചെയ്യും. അതുപോലത്തെ സ്റ്റോക്കുകളാണ്. സ്റ്റോക്കൊക്കെ പറയാൻ പറ്റില്ല. ITC ചെയ്യാം, നാറ്റ്കോ ചെയ്യാം. നാറ്റ്കോയും ITCയും ഡെഫിനറ്റ് ആയിട്ട് ചെയ്യാം. അതുപോലെ വിപ്രോയും ധൈര്യമായിട്ട് ചെയ്യാം. ഉടനെ റിസൾട്ട് വരണമെന്ന് വിചാരിച്ച് വിപ്രോ ചെയ്യേണ്ട. ഉടനെ ഒക്കെ റിസൾട്ട് വരില്ല. HDFC ബാങ്കിലും ചെയ്യാം. വളരെ പേഷ്യൻ്റ് ലോങ് ടേമിൽ ഇരിക്കാമെന്നാൽ 4 സ്റ്റോക്കിലും ഡെഫിനറ്റായിട്ട് നിങ്ങൾ ചെയ്യാം. ഡോക്ടർ റെഡ്ഡിയിലും ചെയ്യാം. എന്നെ പുറത്ത് മട്ടിൽ റെഡ്ഡി, നാറ്റ്കോ, ITC, IDFC ഫസ്റ്റ് ബാങ്ക്, പ്രോ. ഇപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഇടുവാണെങ്കിൽ കുറഞ്ഞത് 10-15 വർഷം കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ അതുപോലെ 10-15 കൊല്ലം SIP കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ 10-15 വർഷം ചിന്തിക്കരുതല്ലേ ഇതിനെക്കുറിച്ച്? ചിന്തിക്കരുത്.
5 വർഷത്തിന് ശേഷം എന്താകുന്നു എന്ന് അനുസരിച്ച് അതിനെ നോക്കാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓൺ ദി വാല്യുവേഷൻ എപ്പോൾ എന്ത് മാറുന്നു അതിനനുസരിച്ച് എടുക്കാമോ സർ? നിങ്ങൾ പറയുന്നത് അടുത്ത 1 വർഷത്തിനെന്ന് മനസ്സിലാക്കാമോ? എൻ്റെ അകത്ത് വൈരസൂചി ആയെങ്കിൽ എന്ത് ചെയ്യും? അവൻ സർ ചോദിക്കുന്നു ഞാനും. ബട്ട് തങ്കമയിലിൽ ഒരു ഫണ്ണി ഇൻസിഡൻറ്റ്. തങ്കമയിലിനെ ഞാൻ 250 രൂപയ്ക്ക് പറഞ്ഞ് ഒരു പ്രാവശ്യം ബോണസ് വന്ന് 125 രൂപ കൺസിഡറേഷൻ വാങ്ങി 200 രൂപയിലും ഒരു പ്രാവശ്യം പറഞ്ഞു, 1500 രൂപയിലും ഒരു പ്രാവശ്യം പറഞ്ഞു. അവിടെ നിന്ന് അത് 7000 രൂപയ്ക്ക് ചെന്നായിരുന്നു. 7000ത്തിന് ബ്രേക്ക് ചെയ്ത് ഇന്ന് 4900 5000 എന്തോ ഇരിക്കുന്നു. ഈ 2 പ്രാവശ്യം അത് അടിച്ചു. ഈ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ എന്ത് പറഞ്ഞു, ഇത് വൈറസ് സൂചി എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ആരോ വന്ന് ചോദിച്ചിരിക്കുന്നു തങ്കമയിലിനെ കുറിച്ച്. തങ്കമയിൽ രമേശിൻ്റെ അടുത്ത് സംസാരിച്ച് ഞാൻ ഒരു ഇൻ്റർവ്യൂ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രമേശിൻ്റെ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ച് ഞാൻ പല വശം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാക്ക് വൈറസ് സൂചി എന്ന് പറഞ്ഞ ഉടനെ ഇനി അറക്കുറയായിട്ടും പുറകെ ഇരിക്കുന്നത് നോക്കാതെ ഇടയ്ക്ക് മാത്രം നോക്കിയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ കാര്യമില്ല. നിങ്ങൾ രതൻ ടാറ്റയ്ക്ക് വൈറസ് സൂചി എന്ന് പറഞ്ഞാൽ വൈറസ് സൂചി തന്നെ എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇത് വൈറസ് സൂചി തന്നെ. ഇന്ന് ഇത്രയും വിളുന്നതിൻ്റെ ശേഷം കൂടെ 40 ടൈംസ് ഏർണിങ്സ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നല്ല കമ്പനി വൈറസ് സൂചി ആകുവാണെങ്കിൽ 50% ഇറങ്ങും. 40% വിളുന്ന പോലെയാണ് ഇതും. 1000 പോയിന്റ് വിഴുവാണെങ്കിൽ വിഴും. അത് തങ്കമയിലിൻ്റെ ക്വാളിറ്റിയും രമേശിൻ്റെ ക്വാളിറ്റിയും മാറ്റൂല. ഒരു പെൻഡലും പോലെയാണ്. പെൻഡലും ഏത് പോയിന്റിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് നോക്കാൻ അറിയണം. ഓക്കെ സർ, ഡൺ. നാളെ ഗോൾഡിനെ കുറിച്ചും ഇന്നും വലുതായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഇരിക്കുന്നു. ഗോൾഡിനെ പ്ലെഡ്ജ് ചെയ്യാമോ ഇല്ല വിൽക്കാമോ എന്ന ഒരു സംശയം തന്നെ ഇപ്പോൾ ഇത് അഡ്വർടൈസ്മെന്റ് ഒക്കെ നോക്കുമ്പോൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞായിരുന്നു. വളരെ നന്ദി സർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.